ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ. അന്നേരം അതിൻ്റെ കാര്യം എൻ്റെ കൈയുടെ വിരളയിലൊരു ആണി ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ആണി കൊണ്ട് കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണം, പിന്നെ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ നമുക്ക് ചിരട്ടപ്പുട്ടായിരുന്നു കേട്ടോ. അന്നേരം ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കി മക്കളൊക്കെ കഴിച്ചു. പിന്നെ അവർക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ക്യാബേജും ക്യാരറ്റും കൂടെ തോരനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മിക്സഡ് തോരൻ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്, മക്കൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അന്നേരം അങ്ങനെ നമ്മുടെ ചോറും രാവിലെ റെഡി ആയിട്ടുണ്ട്, തോരനും വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം രാവിലെ നമുക്കിന്ന് മീനും വാങ്ങിയായിരുന്നു, സ്രാവായിരുന്നു മേടിച്ചേട്ടോ. അന്നേരം അത് വെട്ടി കറിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ നമ്മുടെ ജോലികളൊക്കെ തേണ്ട് ഒരുവിധം റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അന്നേരം ഇനിയിപ്പം നമുക്ക് ഈ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അന്നേരം നമ്മുടെ കുഞ്ഞടുക്കളയാണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അന്നേരം കുഞ്ഞടുക്കള എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ കുറച്ച് തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊന്ന് മുറിച്ച് പീസാക്കി വെച്ചു. നമ്മുടെ അടുക്കളയുടെ ഷെൽഫിൽ നമ്മൾ മുകളിലായിട്ട് വെച്ചിരിക്കുന്നത് കടല, പരിപ്പ്, പയറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന സംഭവങ്ങൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ തേയില, പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മുടെ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ ബോട്ടിലൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ അത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുടച്ച് വെക്കുക കേട്ടോ. അന്നേരം നല്ല വൃത്തിയായിട്ടിരുന്നോളും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഉപ്പ് ഭരണിയാണ് ഇരിക്കുന്നത് കേട്ടോ. അന്നേരം അത് എപ്പോഴും നമുക്ക് ഉപ്പ് ആവശ്യമാണല്ലോ, അതാണ് നമ്മുടെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ തുടയ്ക്കുന്നത് ഞാനൊരു ലിക്വിഡ് ഉപയോഗിച്ചാണ് കേട്ടോ. ആ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഷൻ ഉണ്ടല്ലോ, നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ, അതും കുറച്ച് നാരങ്ങാനീരും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഈ സ്പ്രേ കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് വയ്ക്കും. പിന്നെ നമ്മുടെ ഈ ക്ലീനിങ് സമയത്ത് നമ്മളതെടുത്തിട്ട് സ്പ്രേ ചെയ്ത് തുടയ്ക്കും. നല്ലതായിട്ട് ക്ലീൻ ആകും കേട്ടോ. നമ്മുടെ ഗ്യാസൊക്കെ ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ടത് നമ്മുടെ ഗ്യാസ് തന്നെയാണ്. ഈ ഗ്യാസ് വൃത്തിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുക്കള ഒരുമാതിരി വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അന്നേരം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കി അത് ഒഴിച്ച് നല്ലതായിട്ട് തുടച്ചെടുത്തപ്പോഴത്തേന് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഗ്യാസ് തുടയ്ക്കുക. അതിൻ്റെ അടിയിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ വേസ്റ്റ് വീഴും ഇല്ലേ. എപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാലും അത് കടുവൊക്കെ വറക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിച്ച് വീണ് നമ്മുടെ ഗ്യാസും കൗണ്ടർ ടോപ്പും എല്ലാം അഴുക്കാകാറുണ്ട്. അന്നേരം ഇത് നല്ലൊരു ലിക്വിഡാണ് കേട്ടോ. നമ്മൾ ഈ ബേക്കിംഗ് സോഡയും നാരങ്ങാനീരും പിന്നെ നമ്മുടെ ലിക്വിഡും കൂടെ, പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ, അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതി, നാരങ്ങാനീരില്ലെങ്കിൽ കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെറിയൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ഒഴിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്, സ്പ്രേ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാനും ഇത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അന്നേരം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അടുക്കള അത്രയും നീറ്റായിട്ടിടുക കേട്ടോ. ചെറിയ അടുക്കളയാണേലും വലിയ അടുക്കളയാണേലും ഒക്കെ നമ്മുടെ അടുക്കള ഒതുങ്ങി കിടക്കുമ്പോഴാണ് നമുക്ക് വീട്ടമ്മമാർക്കെല്ലാവർക്കും സന്തോഷം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം വാഷ് ബേസിനിൽ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടിയിടല് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുക്കളയ്ക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് നമ്മൾ അപ്പം എടുക്കുന്ന പാത്രങ്ങൾ അപ്പം കഴുകാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി വാഷ് ബേസിനകത്തോട്ട് ഇടുക. ലാസ്റ്റ് നമ്മൾ കഴുകി അതാത് സ്ഥാനത്ത് ഒതുക്കി വെക്കുക കേട്ടോ. അന്നേരം നമുക്ക് പാത്രം കഴുകി വെക്കാൻ ഇങ്ങനെയുള്ള സ്റ്റാൻഡുകളൊക്കെ ഉണ്ടല്ലോ. എനിക്കിതിവിടെ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡും ഉണ്ട്, അല്ലാതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡും അപ്പുറത്തിരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ. അന്നേരം ഞാൻ ഒരുമാതിരിപ്പെട്ട പാത്രങ്ങളൊക്കെ ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു കൊട്ടയ്ക്കകത്തോട്ടാണ് കഴുകി വെക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് കൊട്ടയ്ക്കകത്തോട്ട് കഴുകി വെച്ചിട്ട് വെള്ളം തോർന്നു കഴിഞ്ഞാണ് നമ്മൾ ഈ സ്റ്റാൻഡിലോട്ട് വെക്കുന്നത്. അന്നേരം വെയിലത്ത് വെക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കഴുകി ഈ പാത്രങ്ങളെല്ലാം കൊണ്ട് വെയിലത്ത് വെക്കാറുണ്ട് കേട്ടോ.
അങ്ങനെ ഞാൻ നമ്മുടെ പാത്രം എല്ലാം കഴുകി. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇപ്പം നമുക്ക് അത്യാവശ്യം എടുക്കേണ്ടതൊക്കെ ഇതേ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പൂണൊക്കെ ഇങ്ങനൊരു ഇതിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ അടുക്കളയ്ക്ക്. പിന്നെ നമ്മുടെ അടുപ്പ് കത്തിക്കുന്നവർ ആ അടുപ്പ് കത്തിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം തൂത്ത് തുടച്ച് ഒന്നിടുക കേട്ടോ. എന്നിട്ട് ഞാൻ രാവിലെ അടുപ്പിലാണ് ചോറ് വെച്ചതും വെള്ളം തിളപ്പിച്ചതും ഒക്കെ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുപ്പൊക്കെ ക്ലീൻ ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മോൾഭാഗം ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. അന്നേരം ആ സ്പ്രേ തന്നെ ഉപയോഗിച്ചാണ്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എപ്പോഴും പൊടിയടിക്കുന്നിടമാണ്, അതും ഒന്ന് തുടച്ച് കൊടുത്തു. ഇപ്പം തന്നെ നമ്മുടെ അടുക്കള നല്ല ക്ലീനായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളി, ഇഞ്ചിയും സവാളയൊക്കെ ഇടുന്ന ഒരു കൊട്ടയുണ്ടല്ലോ, എല്ലാ വീട്ടമ്മമാരുടെ അടുക്കളയിലുള്ളതാണ് ഈ സംഭവം അല്ലേ. അന്നേരം അതൊന്ന് വൃത്തിയായിട്ട് ഒരു പേപ്പറൊക്കെ വിരിച്ച് നമ്മൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇടുക. അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള ഒന്ന് തൂത്ത് തുടച്ചിടുക കേട്ടോ. കാരണം ഡെയിലി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നിടമാണ് നമ്മുടെ അടുക്കള. അന്നേരം അത് നല്ല വൃത്തിയായിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ഡെയിലി തൂത്ത് തുടയ്ക്കണം. നമ്മുടെ മുറികളൊന്നും ഡെയിലി തുടച്ചില്ലെങ്കിലും നമ്മുടെ അടുക്കള ഡെയിലി തുടയ്ക്കണം കേട്ടോ. അന്നേരം ചെറിയ അടുക്കള നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അന്നേരം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.